ഹായ്, വെൽക്കം ബാക്ക്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒറട്ടിയും കൊഞ്ചേറിയും. പിന്നെ നമുക്ക് പ്രസ്സും അതായത് ഒറട്ടിപ്പലകയൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒറട്ടി ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കൊഞ്ചേറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 1 കിലോ കൊഞ്ചാണ് ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുള്ളത്. ഇനി കൊഞ്ചൊന്ന് മസാല വരട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം, മസാലയൊക്കെ ഒന്ന് നമുക്ക് കൊഞ്ചിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൊഞ്ച് കറി വയ്ക്കുന്ന അതേ പാനിൽ തന്നെയാണ് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം കൊഞ്ച് ഒന്ന് നല്ലപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി 2 സൈഡും. പിന്നെ ഇതിലേക്ക് ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഇനിയിപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ സവാള വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി, അതായത് ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 പീസ് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഒരു ഹാഫ് സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മസാല ഇടാം. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കൊഞ്ചും മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം കറിയൊക്കെ നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ളത് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കറി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇളക്കാതെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്ത് കൊഞ്ചിന് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒറട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടി തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എടുക്കുന്നത് നിങ്ങൾ അത് തന്നെ എടുത്താൽ മതി. ഇവിടെ ഈ ഒരു കപ്പിലാണ് ഞാൻ മാവും വെള്ളമൊക്കെ കറക്റ്റായിട്ട് അളന്നൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 1.25 കപ്പാണ് മാവ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ തടിയുള്ള തൈ വെച്ചിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് അരിമാവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് തന്നെയാണ് ഞാൻ വെള്ളവും അരിമാവും എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ, അപ്പോൾ ഈ മാവ് ഇടുന്ന ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോഴും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒറട്ടി ആകുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങയും കൂടെ തിരുമിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം.
ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് നല്ലപോലെ ഇനിയിപ്പോൾ വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പം കുറച്ചായിട്ടാണ് മാവ് എടുത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല ചൂടായിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മാവ് കുഴയ്ക്കുമ്പോഴേ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഉരട്ടി കിട്ടുള്ളൂ. ആദ്യം ചെറിയ ചൂടൊക്കെ ഒന്ന് കയ്യിലുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്കിവിടെ ഉരട്ടിപ്പലകയോ പ്രസ്സോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ഇതുപോലെ നമ്മൾ അരിയൊക്കെ വാങ്ങുന്ന ഒരു കവറില്ല, അതിങ്ങനെ അത് എടുത്തിട്ടാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം, അതായത് ആ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ എണ്ണ തേച്ച് കൊടുത്താൽ മതി. എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ഇതിലാണ് ഇനി പരത്താൻ പോകുന്നത്. ഇനി നേരത്തെ കുഴച്ച് വെച്ചാൽ ഉരട്ടി മാവില്ല, അതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് റൗണ്ടാക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിതാ ഈ കവറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡിലെ കവർ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കവറിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഈസി വേണമെന്നുണ്ടെങ്കിൽ കവറിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവുന്ന പോലെ രീതിയിലൊന്നാക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉരട്ടി പരന്ന് വരും. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഷേപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു അടപ്പോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സൈഡിലുള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ഷേപ്പിനുള്ള ഉരട്ടി കിട്ടും. അപ്പോൾ ഇത് ഇച്ചിരി വണ്ണത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കൈ കൊണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല, അതായത് തിന്നായിട്ടുള്ള ഉരട്ടി എടുക്കാം. അഥവാ അങ്ങനെ തന്നെ നമുക്ക് ആദ്യമേ ഉണ്ടാക്കിയതുപോലെ നല്ല കട്ടിക്കുള്ള ഉരട്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കവർ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ കഴുകിയതിന് ശേഷം, അതായത് ഇപ്പോൾ എണ്ണയൊക്കെ ഉള്ളില്ല, അപ്പോൾ നല്ലപോലെ സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ അല്ലെങ്കിൽ താഴെ ഫ്രിഡ്ജിലോ വെച്ചിരുന്നാൽ നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഈ കവർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാടായിരിക്കും, പിന്നെ എപ്പോഴും ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ചൂടായ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ഉരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉരട്ടി മറിച്ചിടുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാവൂ. അതേപോലെ അപ്പുറത്തെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന്, അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ഉരട്ടി ചുട്ടെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് വരുന്നില്ല, കാരണം ഇത് നല്ല, അതായത് ഇങ്ങനെ എല്ലാ സൈഡും ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. ഇനി ബാക്കിയിരിക്കുന്ന ഉരട്ടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ സോഫ്റ്റായ ഉരട്ടിയും കൊഞ്ചറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ കൊഞ്ച് കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ പ്രസ്സും പലകയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് ഇതുപോലെ തന്നെ ഉരട്ടിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്